സ്റ്റോറി ബുക്കിൻ്റെ ഇന്നത്തെ വളരെ വളരെ പ്രത്യേകതയുള്ള ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7 അല്ല 70 അല്ല 700ഓളം ഗണപതി വിഗ്രഹങ്ങൾ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ സ്ഥാനി കുടുംബാംഗമായ തെക്ക് കൊച്ചുമുറി ഐക്യരവള്ളിൽ ശ്രീ വൈശാഖത്തിൽ ശ്രീവർദ്ധനക്കുറുപ്പ് ചേട്ടൻ്റെ വീട്ടിലാണ് ഇത്രയധികം ഗണപതി വിഗ്രഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. വർഷങ്ങളായിട്ട് ഗണപതി ഉപാസനയും വിഘ്നേശ്വരനോടുള്ള അഗൈതവമായ ഭക്തിയും അതുപോലെ തന്നെ ഗണപതി പൂജയും ഒക്കെയായി കഴിഞ്ഞുകൂടുന്ന മാതാമൃതാനന്ദമയുടെ ഡിവോട്ടിയായിരിക്കുന്ന ശ്രീവർദ്ധനക്കുറുപ്പ് ചേട്ടൻ ഗണപതി പൂജയൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ നിത്യകർമ്മങ്ങളിൽ പെടുന്നതാണ്. ഏതാണ്ട് 700ഓളം വിഗ്രഹങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും 600-ൽ പരം അല്ലെങ്കിൽ 500-നപ്പുറത്തേക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. അത്രയ്ക്ക് ബാഹുല്യം ഇതിനുണ്ട്. ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ആംബിയൻസാണ്, അതായത് ഒരു ക്ഷേത്രത്തിലെത്തുന്ന പോലെ ഉള്ള ഒരു ദൈവിക സാന്നിധ്യമുള്ള ഒരു ഇടമാണിത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഗണപതി ഭഗവാന്റെ അനുഗ്രഹങ്ങൾ തന്നെയാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. വീടുകളുടെ പ്രവേശന കവാടത്തിൽ സാധാരണയായി മഹാലക്ഷ്മി തൂക്കുവിളക്കുകളാണ് കാണാൻ കഴിയുക. എന്നാൽ ഇവിടെ വിവിധ തരത്തിലുള്ള നിരവധി ഗണപതി വിളക്കുകളാണ് തൂക്കിയിട്ടിരിക്കുന്നത്. ചെളി, സിമന്റ്, വിവിധ തരത്തിലുള്ള തടികൾ, വിവിധ തരം ലോഹങ്ങൾ, സ്ഫടികം, ചന്ദനം, മുള, നാളികേരം, രുദ്രാക്ഷം, പാറകൾ, തുണി, പേപ്പർ തുടങ്ങിയവയിലുള്ള ഗണപതി വിഗ്രഹങ്ങളാണ് ഈ ശേഖരത്തിലുള്ളത്. നമ്മളിന്ന് പുതിയൊരു അതിഥിയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം ശ്രീവർദ്ധൻ ചേട്ടൻ. അപ്പം ഈ ഗണപതിയുടെ ഈ ഒരു സംഗതി എന്താണ് ഇങ്ങനെ തോന്നാൻ കാരണം, ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നാൻ കാരണം എന്താണ്? ഇത് അച്ഛൻ്റെ കാലം മുതലേ നമ്മൾ ഗണപതി ആരാധിച്ചുകൊണ്ടിരുന്നതാണ്. എനിക്കൊരു ഓർമ്മ വെച്ച കാലം തൊട്ട് ഗണപതി പൂജ നടത്തുന്നത്. ഞാൻ ഗണപതി ഹോമം പഠിച്ചു. സ്വന്തമായിട്ട് മിക്ക ദിവസങ്ങളിലും ഗണപതി ഹോമം നടത്താറുണ്ട്. അതെ അതെ. കുട്ടിക്കാലം മുതലേ ഈ ഒരു ഗണപതി ഭക്തൻ. എത്ര തരത്തിലുള്ള ഗണപതികളുണ്ട്? ഏകദേശം 700ഓളം വ്യത്യസ്തമായ മോഡൽ. ഒരേ ടൈപ്പല്ല, വ്യത്യസ്തമായ മോഡലുകളാണ്. അത് നമ്മൾ വാങ്ങിച്ചാണോ അതോ കുറച്ച് ഗിഫ്റ്റായിട്ട് കിട്ടിയതും കൂടുതൽ വാങ്ങിച്ചതാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചതാണ്. 700 എന്ന് പറയുമ്പോൾ 700 നമുക്ക് നമ്മളൊരു 500 മുകളിൽ വരെ എണ്ണിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ എണ്ണിയിട്ടില്ല. കാരണം പല വ്യത്യസ്തമായ പല സ്ഥലങ്ങളല്ലേ ഒരുമിച്ച് കൂട്ടി എണ്ണാൻ പറ്റത്തില്ല. ഇപ്പൊ അവിടെ ഒരു സ്വയംഭൂ ഗണപതി അത് ഏകദേശം ഒരു വർഷത്തിന് മുകളായി. അത് ചെറിയ രൂപം വന്ന് ഇപ്പോഴാണ് ഏകദേശം നമുക്കൊരു വ്യക്തമായിട്ട് ഗണപതിയാണെന്ന് മനസ്സിലാകുന്നത്. ഗണപതി നടത്തുന്നതിൻ്റെ ഹോമ ധൂപം പിറ്റേ പതിഞ്ഞ് അതിൽ സ്വയംഭൂവായിട്ടുണ്ടായ ഗണപതിയാണ്. അനന്തശയനത്തിലുള്ളത്, ഊഞ്ഞാലാടുന്നത്, നൃത്തം ചെയ്യുന്നത്, ഗ്രന്ഥമെഴുതുന്ന രൂപത്തിലുള്ള ഗണപതി വിഗ്രഹങ്ങൾ പൂജാമുറിയിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഗോപാലകൃഷ്ണപിള്ളയും ഗണപതി ഉപാസകനായിരുന്നു. ഗണപതി ഭക്തനായ ഇദ്ദേഹം എല്ലാ ദിവസവും ഗണപതി ഹോമവും എല്ലാ ഏകാദശിക്കും സുദർശന ചക്രം വരച്ച് സുദർശന പൂജയും ദിവസവും സാളഗ്രാമ പൂജയും നടത്തി വരുന്നുണ്ട്. വിനായക ചതുർത്ഥി ദിനത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് നടത്തുക. ഈ വിഗ്രഹങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് കളക്ട് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഗുരുവായൂർ, തിരുവനന്തപുരം, മൂകാംബിക, പളനി, തിരുപ്പതി, പിന്നെ വിദേശത്ത് നിന്ന് വന്ന ഗണപതികളുമുണ്ട്. ഓരോരുത്തരും വിദേശം അയോധ്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. വിദേശ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോലും ഗണപതിയെ കൊണ്ടുവന്നിട്ടുണ്ട്.
അത് ഗണപതിയുടെ വലിയൊരു നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഗണപതി എവിടെ കണ്ടാലും നമ്മളത് വാങ്ങിക്കും. നമ്മൾ വെളിയിൽ കണ്ട ഗണപതി എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ കണ്ട ഗണപതിയെ ഒരു ഗണപതി ഒരു ആർട്ടിസ്റ്റ് ശില്പം പണിയുന്ന ഒരാൾ കിടങ്ങൂർ നമ്മുടെ കടയിൽ വന്നു. വീട്ടിൽ വിഗ്രഹം വല്ലതും പണിയാണ്. അപ്പം ഞാൻ ഒന്നും പണിയാനില്ല എന്ന് പറഞ്ഞു. അയാൾ തിരിച്ചു പോയി. താളികള ഗ്രന്ഥം നോക്കുന്ന അരൂരുള്ള പ്രദീപ് എന്ന് പറഞ്ഞ ഒരാളാണ് താളികളെന്ന് നോക്കുന്നത്. അദ്ദേഹം വീണ്ടും അയാളെ പറഞ്ഞു വിട്ട് അവിടെ അവിടെ നിന്ന് വിഗ്രഹം പണിയെന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ അദ്ദേഹം വന്നു. അപ്പം അദ്ദേഹത്തിനോട് ചോദിച്ചു ഒരു ഗണപതിയുടെ വിഗ്രഹം പണിയാമെന്ന് ചോദിച്ചു. അദ്ദേഹം തിരിച്ചു എൻ്റെ പറഞ്ഞ് വീട് കണ്ടെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ പറഞ്ഞു. വീട് വന്ന് കണ്ടിട്ട് അയാൾ പണിയാമെന്ന് ഏറ്റു. അപ്പോൾ പിറ്റേ ദിവസം വീണ്ടും ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ സങ്കല്പമാണ് ഗണപതിയെ പൂജിക്കുന്നതോടൊപ്പം ഞാൻ സാളഗ്രാമം ഉപയോഗിക്കുന്നുണ്ട്. ഗണപതിയുടെ മടിയിൽ ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന രൂപം വേണം. അവിടെ നിന്ന് അദ്ദേഹം നമ്മുടെ കാർഷടിയിലൊരു ചോപ്പ് കൊണ്ട് ഈ രൂപം വരച്ചു. ഞങ്ങളത് 90 ദിവസം കൊണ്ട് ഒരാൾ ഒറ്റയ്ക്കാണ് വിഗ്രഹം പണിയത്. ഉപാസനാക്രമങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേൽക്കും. 5 മണിക്ക് പൂജാമുറി കയറും. ധ്യാനം, അതിന് പ്രാർത്ഥന, അതിന് ഗണപതി ഹോമം. പിന്നെ വ്യത്യസ്തമായ സാളഗ്രാമത്തിൻ്റെ പൂജകളുണ്ട്. ഏകദേശം 10-30 വ്യത്യസ്ത രീതിയിലുള്ള സാളഗ്രാമങ്ങളാണ്. അതിൻ്റെ കൂടെ പൂജയുണ്ട്. പിന്നെ എല്ലാ ഏകാദശിക്കും സുദർശന പൂജ നടത്തുന്നുണ്ട്. സുദർശന ചക്രം വരച്ചിട്ട് പൂജ ചെയ്യുന്നുണ്ട്. ഭവനാഘോഷം എല്ലാ ദിവസവും ഗണപതി മിക്ക ദിവസവും നമുക്ക് പോകുന്ന ദിവസം മാത്രം നടക്കത്തില്ല, ബാക്കി ദിവസം. അതുപോലെ മാതാമൃതാനന്ദയുടെ ഭക്തനാണെന്നുള്ളൊരു എനിക്കറിയാം. അത് ആദ്യം അച്ഛൻ്റെ കൂടെയാണ് അമ്മയടുത്ത് പോയത്. ഒരു 17 വയസ്സ് മുതൽ ഞാൻ തനിയെ അമ്മയടുത്ത് പോകുന്നുണ്ട്. ഇപ്പം എനിക്ക് 62 വയസ്സായി. അർത്ഥത്തിൽ സാക്ഷാ ഒരു മനുഷ്യസ്ത്രീയല്ല, സാക്ഷാ ജഗദീശ്വരയുടെ ഒരു അവതാരമായിട്ടാണ് അമ്മ ഞാൻ കാണുന്നത്. പൂജാമുറിയിൽ വെച്ച് ആരാധിച്ചു പോന്ന നാളികേരത്തിൽ എടുത്ത ഗണപതി വിഗ്രഹത്തിൽ നിന്ന് തെങ്ങിൻ തൈ മുളച്ചു വന്നത് വിസ്മയമുളവാക്കുന്ന ഒന്നാണ്. ഇത്രയൊരു അറിവ് പറഞ്ഞു തന്നതിന് വളരെ നന്ദിയുണ്ട്. എല്ലാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.